മലപ്പുറം എടപ്പാളിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. പേപ്പർ കപ്പ്, പ്ലേറ്റ്, ഗ്ലാസ് എന്നിവയുടെ മൊത്തവിതരണ കേന്ദ്രങ്ങളിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതരും പോലീസും ചേർന്നാണ് പരിശോധന നടത്തിയത്. എടപ്പാൾ പഴയ ബ്ലോക്കിന് സമീപത്തെ കടയിൽ നിന്ന് 535 കിലോ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. കൂടാതെ പൂക്കരത്തറയിലുള്ള പേപ്പർ കപ്പ്, പ്ലേറ്റ് നിർമ്മാണ യൂണിറ്റിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് കോട്ടിംഗ് അടങ്ങിയ ഡിസ്പോസബിൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കളും പിടികൂടി. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. നിശ്ചിത അളവിൽ കുറവുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയെങ്കിലും പല കടകളിലും ഇവ ഇപ്പോഴും സുലഭമായി ഉപയോഗിക്കുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിൽ ഇവ വിൽപ്പന നടത്തുന്ന നിർമ്മാണ യൂണിറ്റുകൾ കണ്ടെത്തി നടപടി കർശനമാക്കുകയാണ് ചെയ്യുന്നത്. പൊന്നാനി റോഡിലുള്ള ഒരു സ്ഥാപനത്തിന് പിടിച്ചെടുക്കുകയും 400 കിലോ അടുത്തുള്ള നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയുണ്ടായി. അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. ലീഗലായിട്ടുള്ളത് ഇവിടെ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ പ്ലാസ്റ്റിക് കോട്ടഡ് ആയിട്ടുള്ള നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ച് അതിന് റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അനുമതി ഇല്ലാത്ത തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് അടിയന്തരമായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് എടപ്പാൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൽ കർശന നടപടികൾ സർക്കാരിൽ നിന്ന് സ്വീകരിക്കുന്നതായിരിക്കും. എടപ്പാൾ മേഖലയിലെ കടകളിൽ നടത്തിയ പരിശോധനയിൽ പ്ലാസ്റ്റിക് പ്ലേറ്റ്, ഗ്ലാസ് തുടങ്ങിയ നിരോധിത ഉൽപ്പന്നങ്ങൾ ഇവിടെ വ്യാപകമായി നിർമ്മിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. ഇവിടെ നിന്നാണ് ഹോൾസെയിൽ വിൽപ്പന നടത്തുന്നത്. ഹരിത കർമ്മസേനയുമായി സഹകരിച്ച് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് സഹകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. സ്ക്വാഡ് ലീഡർ നജീബ് കിളിയണ്ണി, അംഗം നിഷാദ്, JHI N അബ്ദുൾ ജലീൽ, CPO M വിൻസെന്റ്, എടപ്പാൾ പഞ്ചായത്ത് സെക്രട്ടറി സുനിൽ കുമാർ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.